MA Sons Gold and Diamonds. പഞ്ചായത്തിന്റെ അനുമതിയിൽ തുടങ്ങിയ മതിൽ നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ തന്നെ സ്റ്റോപ്പ് മെമ്മോ. ഇതോടെ മതിൽ നിർമ്മാണം തുടരാൻ ആവാതെ കുമരംപുത്തൂരിൽ അമ്മയും മകളും. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്നാണ് അധികൃതരുടെ മറുപടിയെന്ന് വീട്ടുകാർ. പഞ്ചായത്ത് മുതൽ കലക്ടറേറ്റ് വരെ കയറിയിറങ്ങിയിട്ടും പരിഹാരമില്ലെന്നും അവർ പറഞ്ഞു. മെമ്പറാണ് പഞ്ചായത്ത് മെമ്പർ, ഇപ്പോഴത്തെ വാർഡ് മെമ്പർ. പിന്നെ ഭരണസമിതിത്തെ കുറച്ച് പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരാന്നറിയില്ല. മീറ്റിങ്ങിൽ ചെയ്യുന്ന സമയത്ത് അവരൊക്കെയാണ് എതിര് നിൽക്കുന്നതാണ് സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത്. AS കുമരംപുത്തൂർ ചുങ്കം നെൽപ്പിലിയങ്ങാട്ട് രശ്മിയും അമ്മ ജയശ്രീയും 2 വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. രശ്മിയുടെ പേരിൽ 5 സെന്റ് സ്ഥലമാണുള്ളത്. ഇതിൽ വീട് നിർമ്മാണം പൂർത്തിയായി. തന്റെ വീടിന്റെയും ഇതിനോട് ചേർന്നുള്ള അമ്മയുടെ പേരിലുള്ള സ്ഥലത്തിന്റെയും മുൻവശത്ത് മതിൽ കെട്ടാനുള്ള ശ്രമമാണ് ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പഞ്ചായത്ത് മുടക്കിയിരിക്കുന്നത്. മതിൽ നിർമ്മിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ പ്രദേശത്ത് ചിലർ എതിർപ്പുമായി രംഗത്തു വന്നു. ഇതേ തുടർന്ന് മതിൽ നിർമ്മിക്കാൻ പെർമിറ്റിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി. പഞ്ചായത്തിൽ നിന്ന് ഓവർസിയർ വന്ന് സ്ഥലം പരിശോധിച്ച ശേഷമാണ് പെർമിറ്റ് നൽകിയത്. ഇതനുസരിച്ച് നിർമ്മാണം തുടങ്ങിയപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകി. പെർമിറ്റ് ഇല്ലാതെയാണ് നിർമ്മാണം നടത്തുന്നതെന്നും റോഡ് കയ്യേറി എന്നുമാണ് സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്ന കാരണം. പഞ്ചായത്തിൽ നിന്ന് നൽകിയ പെർമിറ്റിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാതെയാണ് മതിൽ നിർമ്മാണത്തിന് തറകേറിയത്. പഞ്ചായത്ത് നൽകിയ പെർമിറ്റിൽ റോഡിന് 3 മീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റോപ്പ് മെമ്മോയിൽ 4 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയപ്പോഴാകട്ടെ തങ്ങൾക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്നും കോടതിയിൽ പോകാനുമാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതെന്ന് രശ്മി പറഞ്ഞു. പണവും ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനവുമുള്ളവർക്ക് വഴങ്ങി അധികൃതർ തങ്ങൾക്ക് നീതി നിഷേധിക്കുകയാണെന്നാണ് രശ്മി പറയുന്നത്. ഞാനിവിടെ മതിൽ കെട്ടാൻ തുടങ്ങി, വീടിൻ്റെത് കഴിഞ്ഞു. ഇപ്പം മതിൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാർ വന്ന് ഒരാൾ വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കയറ്റി കെട്ടാൻ പറഞ്ഞു. ഞാനത് കയറ്റി കെട്ടാൻ തയ്യാറായില്ല. കാരണം എനിക്ക് പഞ്ചായത്തിൻ്റെ അവരൊന്നും ആ നിയമത്തിലേക്ക് കെട്ടാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അവരൊരു അളവ് തന്നിട്ടുണ്ടായിരുന്നു, അളവിൽ മാത്രം. പക്ഷെ അവർ ഞാൻ പഞ്ചായത്ത് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അപ്പം ഞാൻ ഈ കെട്ടണതൊക്കെ അവർ മുടക്കി. കാരണം എനിക്കില്ലാത്ത പരാതികൾ വന്നുകൊണ്ടിരുന്നു. വെറുതെ പഞ്ചായത്തിൽ അവർ കൂടി ചേർന്നിട്ട് സ്റ്റോപ്പ് മെമ്മോ തന്നുകൊണ്ടിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പെർമിറ്റ് എടുത്തു. അവരെന്നോട് തന്നെ പഞ്ചായത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മുകളിൽ പ്രഷറാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, പെർമിറ്റ് എടുക്കാൻ പറഞ്ഞു. പെർമിറ്റ് എടുത്തു. പെർമിറ്റ് എടുത്തപ്പോഴും അവരെന്ത് ചെയ്തു? പെർമിറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ വന്നു. ഇതിൻ്റെ പേരിൽ ഞാൻ കളക്ടർക്കും സബ് കളക്ടർ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്രട്ടറിനെ കാണാൻ പോയി ഇത് വെച്ചിട്ട്. പക്ഷെ അവരൊക്കെ അത് ഒഴിഞ്ഞു മാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. കാരണം ചോദിച്ചാൽ അവർ മോൾക്ക് പ്രഷർ ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിക്കണ പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ മതിലിറക്കി കെട്ടിയതുകൊണ്ട് ഞങ്ങളിവിടെ മതിലിട്ടാൻ സമ്മതിക്കില്ല. ഇതാണ് അവർ പറയണത്. കാരണം അവർ വീട്ടിലേക്ക് വണ്ടി കയറണം വെച്ചാൽ ഞങ്ങളിവിടെ മതിൽ കെട്ടരുത്. കാരണം കെട്ടിക്കില്ല എന്ന് അവരെ പ്രസ്റ്റീജിനെ ബാധിക്കും ഞങ്ങൾ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ. പെർമിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? എത്ര തവണ പെർമിറ്റ് എടുത്തു? ഇപ്പൊ ഇതിന് ഈ വീടിനായിട്ടൊരു പെർമിറ്റ് വേറെ എടുത്തു, വീടിന്റെ മാത്രം. ഇത് കൂടാതെ അവർ മതിലിന് മാത്രമായിട്ട് പെർമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സ്ഥലം നമ്മളിപ്പോൾ പ്രൈവറ്റ് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതനുസരിച്ച് നമ്മൾ പഞ്ചായത്തിന് പെർമിറ്റ് വീണ്ടും എടുത്തു. അവർ വന്നിവിടെ ഓവർസിയർ വന്ന് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഈ പെർമിറ്റ് വീണ്ടും ഞങ്ങൾക്ക് തന്നത്. ഇപ്പോഴവർ പറയണത് അനുമതി ഇല്ലാതെയാണ് ഇവിടെ കെട്ടണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ തന്നിരിക്കുന്നത്. അപ്പൊ ഈ പെർമിറ്റുമായിട്ട് പഞ്ചായത്തിൽ ചെന്നില്ലേ? ചെന്നു, സെക്രട്ടറിനെ കണ്ടു ഞങ്ങള്. അപ്പൊ അതിന്റെ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അയാൾ പറയണത് പിടിക്കണതൊക്കെ അവര് പറയണത് ഞങ്ങൾക്ക് 3 വർഷം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയണത്? ഞങ്ങൾക്കൊരു അവർ തന്നെ പെട്ടെടുക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള ഇത് അവർക്ക് അറിയണില്ല. ഇവരെ സമ്മർദ്ദം വേറെ. അപ്പൊ അവരെന്ത് ചെയ്തിരിക്കണു? ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ പരാതി കൊടുക്കാതെ തന്നെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം 2 കൂട്ടരുടെയും കൂടെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ അവര് ഞങ്ങളുടെ പേരിലൂടെ കൂട്ടിയിട്ടാ ഞങ്ങളൊരു പരാതി പഞ്ചായത്ത് കൊടുത്തില്ല. ഞങ്ങൾക്ക് ഇത് ഈ എന്താ പറയുക പെർമിറ്റിൽ കെട്ടണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ അവരെടുക്കട്ടെ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ പെർമിറ്റ് എടുത്തു. ഇനി ഞങ്ങൾക്ക് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ തന്നിരിക്കുകയാണ്. പക്ഷെ അതൊന്ന് നീക്കി തരാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഇപ്പോൾ വന്ന സെക്രട്ടറി പറയണത് ഞാൻ പുതിയതാണ്, എനിക്കതറിയില്ല. പിന്നെ ASനോട് ചോദിക്കുമ്പോൾ AS ഫോൺ കൊടുക്കണില്ല. വിളിക്കുമ്പോൾ അവിടെ പോയി ചെന്ന് കാണുമ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു, ഞാൻ ഇപ്പോൾ താലൂക്കിലേക്ക് വിളിക്കാം, അത്രേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ ഇന്നലെ താലൂക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആ പഞ്ചായത്തിൻ്റെ സ്ഥലം അളക്കാൻ പറ്റില്ല. കാരണം നിലവിൽ അവിടെ റെക്കോർഡ്സ് അവർ പ്രകാരം റോഡ് അവിടെ ഇല്ല. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.